ഹലോ സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് വഴി അറിയാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ ആശ്രയിക്കുന്നത് കൂടുതലും നമ്മുടെ ഗൂഗിൾ മാപ്സ് ലൊക്കേഷനൊക്കെയാണ്. ആർസിലെ വിയാനിയുടെ സമയത്ത് ഈ മാപ്പും ഫോണും ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം വഴി കണ്ടെത്താനാവാതെ വിഷമിച്ചപ്പോൾ ഒരു ബാലൻ അദ്ദേഹത്തിന് വഴി പറഞ്ഞു കൊടുക്കാൻ ഇങ്ങനെ താല്പര്യപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ വിയാനി പുണ്യവാളൻ ആ ബാലനോട് പറഞ്ഞത് ഇപ്രകാരമാണ്: നീ എനിക്ക് ആർസിലേക്കുള്ള വഴി പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ നിനക്ക് സ്വർഗത്തേക്കുള്ള വഴി പറഞ്ഞു തരാം. സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്ത വിശുദ്ധൻ്റെ തിരുനാൾ, ആ വിശുദ്ധ ജീവിതം അനുസ്മരിക്കുന്ന ദിനം കൂടിയാണിന്ന്. ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിനത്തിൽ എല്ലാ ഇടവക വൈദികർക്കും വളരെ സ്നേഹപൂർവ്വം ആശംസകളും നേരുന്നു. വിയാനി പുണ്യവാന്റെ ജീവിതം അടയാളപ്പെടുത്തുന്നത് 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വിശുദ്ധ ജോൺ 23-ാമൻ പാപ്പ വ്യക്തമാക്കുന്ന ആ 4 കാര്യങ്ങളിൽ ഒന്നാമത്തേത് അനുസരണമാണ്. ചില നിലപാടുകളോട്, ചില തീരുമാനങ്ങളോട് അവസാനം വരെ, ജീവിത അവസാനം വരെ അനുസരണം പുലർത്തിയ ആളായിരുന്നു വിശുദ്ധ വിയാനി. വിയാനി പുണ്യവാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നത് ഒരു വളരെ ശാന്തമായിട്ടുള്ള ഒരു നാട്ടിലെ, ഒരു ഗ്രാമത്തിലെ ഉള്ള ഒരു വളരെ ഏകസ്ഥമായിട്ടുള്ള ഒരു ജീവിതം. പക്ഷേ അതിൽ നിന്നെല്ലാം വിപരീതമായിട്ട് ആർസ് എന്ന കുഗ്രാമത്തിലേക്ക്, നീണ്ട ഒരു യാത്രാ ക്ലേശമുള്ള ഒരു ഗ്രാമത്തിലേക്ക് അദ്ദേഹത്തെ ബിഷപ്പ് പറഞ്ഞയക്കുകയാണ്. അദ്ദേഹം ആ തീരുമാനത്തിന് അത്രയധികം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അനുസരണം പുലർത്തിക്കൊണ്ട് അദ്ദേഹം സഞ്ചരിക്കുകയാണ്. രണ്ടാമതായി, വിശുദ്ധ ജോൺ മരിയ വിയാനി തൻ്റെ ജീവിതത്തിൽ വിശുദ്ധി സൂക്ഷിച്ചിരുന്നത് തൻ്റെ അവസാനം വരെ അത് ദൈവത്തിന് മുമ്പിൽ വലിയ പ്രീതിക്ക് കാരണമാവുകയാണ്. അദ്ദേഹത്തിൻ്റെ വാചകം ഇപ്രകാരമാണ്: ഈ രൂപത മുഴുവൻ വിശുദ്ധമാകണമെങ്കിൽ, ദൈവത്തിങ്കിലേക്ക് തിരിയണമെങ്കിൽ എല്ലാ വൈദികരും വിശുദ്ധരാകണമെന്നുള്ളതാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധി സൂക്ഷിക്കാനായിട്ട് വിശുദ്ധ ജോൺ മരിയ വിയാനി നമ്മെ കൂടുതൽ പ്രചോദിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട്, കുംഭസാരത്തിന് അദ്ദേഹം കൊടുത്ത പ്രാധാന്യമാണ്. പാപികളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം. ഒരു ദിവസം കുംഭസാരക്കൂട്ടിൽ 16 മണിക്കൂർ വരെ ഇരിക്കുമായിരുന്നു ആ വിശുദ്ധൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു ദിവസം നമ്മൾ കിടക്കുന്ന സമയം തന്നെ കൂടുതലായിട്ടും 10 മണിക്കൂറിന് കൂടുതലാണ്. പക്ഷേ ഈ വിശുദ്ധൻ 16 മണിക്കൂർ കുംഭസാരക്കൂട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ ആ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഇദ്ദേഹം എന്തുമാത്രം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. നാലാമതായി വിശുദ്ധ ജോൺ മരിയ വിയാനിയെക്കുറിച്ച് പറയുന്നത് ദിവ്യകാരുണ്യത്തോടുള്ള വലിയ ഒരു ആദരവും ഭക്തിയുമായിരുന്നു. അതിൽ നിന്നാണ് അദ്ദേഹം ശക്തി സ്വീകരിച്ചിരുന്നത്. പരിശുദ്ധ കുർബാനയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും അതിൽ നിന്ന് അദ്ദേഹം ശക്തി സ്വീകരിച്ചത്. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നാം വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ അനുസ്മരിക്കുമ്പോൾ, ആ പുണ്യജീവിതം സ്മരിക്കുമ്പോൾ എന്താണ് നമുക്കുള്ള സന്ദേശം? ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി സൂക്ഷിക്കാൻ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയ്ക്കായിട്ട് നാം ഒരുക്കുമ്പോൾ സക്രാരിയൊക്കെ എത്ര മനോഹരമായിട്ടാണ് നാം ഒരുക്കുന്നത്. കാരണം എന്താണ്? അത് വിശുദ്ധ കുർബാന സൂക്ഷിക്കുന്ന ഇടമാണ്. പക്ഷേ നമ്മുടെ ഹൃദയവും ഒരു സക്രാരിയല്ലേ? വിശുദ്ധ കുർബാന നമ്മുടെ ഉള്ളിലേക്കും എല്ലാ ദിവസവും നാം സ്വീകരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മുടെ ഹൃദയം നമ്മൾ വിശുദ്ധമായിട്ട് സൂക്ഷിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അത് സൂക്ഷിക്കാൻ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട്? ഇതൊരു ചോദ്യമാണ്, വിശുദ്ധ വിയാനി നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം. രണ്ടാമതായിട്ട്, ചിലപ്പോഴെങ്കിലൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ ചിന്തിക്കുന്ന രീതിയിലും അല്ല നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ, വിപരീതമായിട്ട് സംഭവിക്കുന്നു. പക്ഷേ അതിൽ ദൈവഹിതമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. അതിനോടപ്പോൾ നമ്മൾ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ പുണ്യവാൻ നമ്മോട് പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ്. ദൈവഹിതത്തെ അനുസരിക്കുക. ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, ക്ലേശങ്ങളുണ്ടായിരിക്കാം, പക്ഷേ അനുസരിക്കുക. അവസാനമായിട്ട്, നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹവും കൂടുതൽ നന്നായിട്ട് പുലർത്തുവാനായിട്ട് വിയാനി പുണ്യവാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ കുർബാനയില്ലാത്ത ഒരു ജീവിതം ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കാൻ പാടില്ല. വിശുദ്ധ കുർബാനയിൽ നിന്ന് വേണം ഒരു വിശ്വാസിയുടെയും ജീവിതം ആരംഭിക്കാനായിട്ട്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഈ വിയാനി പുണ്യവാന്റെ ദിനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാകട്ടെ. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.